ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. വീട് നമ്മൾ പൊളിച്ചിട്ട് ഇട്ടേക്കണാണല്ലോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞൊക്കെ അനാഥയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചേക്കണാണ് കുഞ്ഞിനെ. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ വന്നിട്ട് കുഞ്ഞിനെ പുന്നാരിക്ക് എന്നിട്ട് പൂച്ച അതുപോലെ മോളുടെ കയ്യിലാണ് കൊടുത്തേക്കണം പൂച്ച. ബാക്കി പൂച്ചക്കുഞ്ഞും ഓക്കെയാണ്. ഇത് പൂച്ചക്കുഞ്ഞും കണ്ടുകൂടാത്തൊക്കെ കൊണ്ട് നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നു. ആൾക്കവിടെ ഫുഡെല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, സേഫാണ്. അതെ, ഇവരൊക്കെ പ്രശ്നമില്ലാത്ത കുഞ്ഞുങ്ങളാണ്. അങ്ങനെ മോള് കൊണ്ടുപോയി കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഇടവഴി. ഈ വഴി കൂടി കടന്നിട്ട് വേണം എൻ്റെ വീട്ടിലോട്ട് പോകാൻ. ഇത് ലൈവൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം. അതെ, നേരെ നോക്കണതാണ് എൻ്റെ വീട് പൊളിച്ചിട്ടേക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം അപ്പോൾ ഇന്ന് നമ്മുടെ കറണ്ടിൻ്റെ ആൾക്കാർ വരും. അതായത് അത് കട്ട് ചെയ്തിട്ടേക്കണാണല്ലോ, അപ്പോൾ കറണ്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ കുഞ്ഞിനെ പോയി എടുത്തിരുന്നു. എടുത്ത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കുഞ്ഞാറും സ്നേഹം, ഒരു കൊച്ചിനെ പോലെ നോക്കണത്. മറ്റേ കുഞ്ഞൊക്കെ അവിടെ ഉണ്ട്. അവളായിട്ടാണ് എപ്പോഴും ഈ കുഞ്ഞിൻ്റെ ഫുൾ ടൈം. ക്ലാസ് വിട്ട് വന്നാലും അവളായിട്ടായിരിക്കും ഫുൾ ടൈം. കാരണം വീട് ഇവർക്ക് കുഞ്ഞുങ്ങളെപ്പോഴും വന്നിട്ട് ഇങ്ങനെ നോക്കും ഇവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടാകുന്നൊക്കെ. ഇവൻ മാത്രം അവിടെ നിന്ന് വരാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചേക്കണേ. ബാക്കി പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്ന് എപ്പോഴും നോക്കും. ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ടേക്കണ കണ്ടിട്ടേ. അവരിവിടെ ആയിരുന്നല്ലോ. അവിടെയൊക്കെ ഇത് ശരിയാക്കണേമേ. വേണ്ട, വീട് പൊളിച്ച സമയത്ത് നമ്മൾ കണക്ഷൻ കട്ട് ചെയ്തല്ലോ. അതിന് ശേഷം ഇലക്ട്രീഷ്യൻ വന്ന് പിന്നെയും ഇത് സെറ്റാക്കി. പിന്നെ വന്നിട്ടത് അവർ കണക്ഷൻ വീണ്ടും കൊടുക്കണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ കുഞ്ഞു പൂച്ചകൾ 3 ഉണ്ടായിരുന്നു. അതിൽ ഒരു പൂച്ചയാണ് ഇട്ടത്. ഇവരിങ്ങനെ ചുറ്റിനും നോക്കണേ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് പൊളിച്ച അന്ന് മുതൽ ഇവരെപ്പോഴും വന്നിട്ട് ഇങ്ങനെ, ഞങ്ങൾ തൊട്ട് മുകളിൽ തന്നെ വീട്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കാണും ഇവർ വന്നിട്ട് വീടിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കും. തള്ളപ്പൂച്ചയും കുഞ്ഞുങ്ങളൊക്കെ. അവർക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. കാരണം അവർ കുറേ നാളായിട്ട് താമസിച്ച വീടല്ലേ. ഇവന് പിന്നെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ. അല്ല, ബാക്കി എല്ലാ ദിവസവും ആ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കും ആള്. പിന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ മോളത് വീടിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ കളിപ്പിക്കണത് ഇങ്ങനെയാണ്. ഒരു നൂല അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബെൽറ്റൊക്കെ എടുത്തിട്ട് ഓടും. അപ്പോൾ അവൻ്റെ പുറകെ അത് പിടിക്കാനായിട്ട് അവനും ഓടും. ഇതൊക്കെയാണ് കുഞ്ഞു പൂച്ചനായിട്ടുള്ള വീട്ടിലുള്ള സർക്കസ്. ബ്രൂ ഞങ്ങളുടെ അടുക്കള ഭാഗത്ത് ഇതാണ് ഇതൊക്കെ കിച്ചൺ. പിന്നെ ചെറിയൊരു അടുക്കളയായിരുന്നു കേട്ടോ. പിന്നെ അവരത് റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. ആ സമയത്ത് ഞാൻ വന്ന് നിന്നപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ പുറത്തുള്ള സൈഡാണ് ഇവിടെയാണ് വാട്ടർ ടാങ്ക്. ഇത് തൊട്ട് മേലെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ വാടകയ്ക്ക് ഞങ്ങൾ
താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും. അതായത് ഞങ്ങൾ മാറി അന്നെങ്കിൽ ഇവിടെ വന്നിരിക്കലാണ്. വീട് ഓട് പൊളിക്കണതും വീട് ഇങ്ങനെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ വീട് പൊളിക്കാനായിട്ട്. അവർക്ക് എളുപ്പമായിരുന്നു പണിയൊക്കെ, കാരണം തൊട്ടാ വീട് പൊളിക്കണ ഒരു വീടായിരുന്നു. അതുകൊണ്ട് എളുപ്പം തറ പൊളിക്കണം. അതിൻ്റെ ബാക്കിയുള്ള ഇതൊക്കെ കൊണ്ടുപോയിട്ടാ, പൊളിച്ചിട്ട കട്ടയും എല്ലാം എടുത്ത് കൊണ്ടുപോയി. ഇനി കുറച്ചുകൂടി ഉള്ളൂ. ഇനിയിപ്പോൾ ഈ തറയും കൂടി ഒന്ന് പൊളിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളോട് മുമ്പോട്ട്. ഓ കഴിഞ്ഞു. അപ്പോൾ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി ആ ചേട്ടന്മാർ പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ പൂച്ചക്കുഞ്ഞിനെ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് അതിന് ശേഷം ഞങ്ങൾ പിന്നെ കൊണ്ടുപോയി കൊടുക്കണേണ്ട. പിന്നെ കൊണ്ടുപോയി കൊടുത്തു. എന്തെന്തേ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ പരിപാടി. എല്ലാ ദിവസവും വരിക, പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരിക, ഈ തറയിടുക. അവള് വീട്ടിൽ നിന്ന് കളിക്കുന്ന തന്നെ പൂച്ചക്കുഞ്ഞിനായിട്ട് കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞ് കൊണ്ടാക്കും. ഇതൊക്കെ തന്നെ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ബാ ബാ ഇറങ്ങ്. അമ്പുറുവിനെ കൊണ്ട് കൊടുത്തിട്ട് വാ.